English Matters. WHO who ആര്. WHOM whom ആരേ. സംസാരിക്കുമ്പോൾ ആരേ എന്ന് മാത്രം പോരല്ലോ, ആർക്ക്, ആരോട്, ആർക്ക് വേണ്ടി, ആരോടൊപ്പം, ഇങ്ങനെ പലതും അറിയണ്ടേ. ഹൂം എന്ന പദത്തിന് മുൻപ് ടു, ബൈ, വിത്ത്, ഇൻ, ഫോർ, അബൌട്ട് മുതലായ prepositions ചേർത്താൽ നമുക്ക് ഇത് സാധിക്കും. By adding prepositions such as to, by, for, in, with, under, from, about, etc. as prefixes, we can modify the word whom to suit our requirements. Under whom ആരുടെ കീഴിൽ. UNDER under. WHOM whom under whom ആരുടെ കീഴിൽ, ആരുടെ നിയന്ത്രണത്തിൽ, ആരുടെ മാർഗനിർദ്ദേശത്തിൽ. Under whom. Under whom are you appointed? ആരുടെ കീഴിൽ ആണ് താങ്കൾ നിയമിതനായിട്ടുള്ളത്. Under whom are you appointed? Under whom is she carrying out research? ആരുടെ മാർഗനിർദ്ദേശത്തിലാണ് അവൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. Under whom is she carrying out research? By whom ആരിനാൽ. BY by, WHOM whom. By whom ആരിനാൽ. By whom was this painting done? ആരിനാലാണ് ഈ പെയിന്റിംഗ് ചെയ്യപ്പെട്ടത്. By whom was this painting done? By whom was this picture painted? ആരിനാലാണ് ഈ ചിത്രം വരയ്ക്കപ്പെട്ടത്. By whom was this picture painted? ആരിനാലാണ് ഈ ചിത്രം വരയ്ക്കപ്പെട്ടത്. മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഇത്ര വളഞ്ഞു മൂക്ക് പിടിക്കുന്ന ശീലം നമുക്കില്ല. സാധാരണ ചോദിക്കുക ആരാണ് ഈ ചിത്രം വരച്ചത് എന്നാണ്, അഥവാ ഹൂ പെയിന്റഡ് ദിസ് പിക്ചർ. ഹൂ പെയിന്റഡ് ദിസ് പിക്ചർ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ബൈ ഹൂം വാസ് ദിസ് പിക്ചർ പെയിന്റഡ്. ബൈ ഹൂം വാസ് ദിസ് പിക്ചർ പെയിന്റഡ് ഓർ ദിസ് പിക്ചർ വാസ് പെയിന്റഡ് ബൈ ഹൂം. ദിസ് പിക്ചർ വാസ് പെയിന്റഡ് ബൈ ഹൂം. റേഡിയോ കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയാമോ? Friends, do you know by whom radio was invented? Radio was invented by an Italian inventor and electrical engineer, Guglielmo Marconi. English Matters, presented by Smita Manikot.